സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. അപ്പോൾ നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി നോക്കാം. ബംഗാൾ ഉൾക്കടലിലെ മോൻതാ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറി. ഇന്ന് വൈകിട്ട് ആന്ധ്ര തീരത്ത് മോൻതാ കര തൊടും. ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട് തീരങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. ആന്ധ്രയിലെ തീര ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ 25 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കൊണ്ട് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബൽറാം നെടുങ്ങാടി, മലക്സ്രാം മുഹമ്മദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ബൽറാമിലേക്ക് പോകുന്നു. ബൽറാം, ഇത് വലിയ വേഗതയിൽ വീശി അടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? എന്താണ് പ്രതീക്ഷിക്കപ്പെടുന്ന ഇമ്പാക്ട്? ബൽറാം. ഹാഷ്മി, നേരത്തെ കണക്കാക്കിയതിനേക്കാൾ ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഈ മോൻതാ ചുഴലിക്കാറ്റിന്റെ രൂപം എന്നുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അല്പസമയം മുമ്പ് മോൻതാ ഒരു തീവ്ര ചുഴലിക്കാറ്റായി മാറിക്കഴിഞ്ഞു എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ 6 മണിക്കൂർ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ ഈ ചുഴലിക്കാറ്റ് മുന്നോട്ട് നീങ്ങുന്ന വേഗത കുറഞ്ഞിട്ടുണ്ട്. 17 കിലോമീറ്ററിൽ നിന്നും 15 കിലോമീറ്ററായാണ് ഇപ്പോൾ അതിന്റെ ഈ സിസ്റ്റത്തിന്റെ മുന്നോട്ട് നീങ്ങുന്ന വേഗത കുറഞ്ഞിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ ഇപ്പോഴും ചുഴലിക്കാറ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോ രാത്രിയോ ആയി ഈ ചുഴലിക്കാറ്റ് തീരം തൊടും. ആന്ധ്രാപ്രദേശിലെ കലിംഗപട്ടണം, മച്ചിലിപട്ടണം എന്നീ ഇടങ്ങൾക്ക് ഇടയിൽ കാക്കിനടയിൽ വെച്ചായിരിക്കും കരയിലേക്ക് ഈ ചുഴലിക്കൊടുങ്കാറ്റ് തൊടുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. കരയിൽ തൊടുന്ന ഘട്ടത്തിൽ മണിക്കൂറിൽ 90 മുതൽ 110 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും ഈ ചുഴലിക്കാറ്റിൽ കാറ്റടിക്കുക എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കാനും വൈദ്യുത പോസ്റ്റുകളും മരങ്ങളും തകർന്നു വീഴാനുമുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കൂടാതെ തിരുപ്പതി, നെല്ലൂർ, പ്രകാശം, ബാപ്ല, കൃഷ്ണ, ഗുണ്ടൂർ, പാൽനാട് തുടങ്ങിയ ജില്ലകളിൽ തീരദേശ ആന്ധ്രാപ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മേഖലയിലെല്ലാം തന്നെ ജനങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നതടക്കമുള്ള കഴിഞ്ഞ മണിക്കൂറുകളായി തുടർന്നു വരികയായിരുന്നു. ആ നടപടികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. ചുഴലിക്കാറ്റിനോട് അനുബന്ധിച്ച് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ 3 സേനാ വിഭാഗങ്ങളുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും ബോട്ടുകളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മോൻതാ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ബൽറാം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.